നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് വളരെ പ്രത്യേകതയുള്ള ഒരു തൊടുകുറിയാണ്. കാരണം ഇന്നത്തെ തൊടുകുറി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്ന ആ വ്യക്തി ആരായിരിക്കും? ആ വ്യക്തിയുടെ സ്വഭാവം എങ്ങനെയായിരിക്കും? നിങ്ങളെ ആ വ്യക്തി എവിടെ വെച്ചായിരിക്കും കണ്ടുമുട്ടുക? നിങ്ങൾ ആ വ്യക്തിയെ നേരത്തെ അറിയുന്നുണ്ടോ? അതോ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടില്ലാത്ത ഒരു പുതിയ വ്യക്തിയാണോ? ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത്? നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു ബന്ധമാണോ അത്? ഒരു പുതിയ സൗഹൃദമാണോ? ഒരു പ്രണയബന്ധമാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാന തീരുമാനത്തിന് വഴികാട്ടിയാകുന്ന വ്യക്തിയാണോ? ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിനായി നിങ്ങളുടെ മുന്നിൽ 3 നമ്പറുകളാണുള്ളത്: 111, 222, 333. ഈ 3 നമ്പറുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം മനസ്സിൽ തോന്നുന്ന ഒരു നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. വളരെയധികം ആലോചിച്ച് തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. നമ്പറുകൾ മാറി മാറി നോക്കേണ്ട ആവശ്യവുമില്ല. നിങ്ങളുടെ കണ്ണ് ആദ്യം പോയത് ഏത് നമ്പറിലേക്കാണോ, നിങ്ങളുടെ മനസ്സ് ആദ്യം സ്വീകരിച്ചത് ഏത് നമ്പറാണോ, ആ നമ്പർ തന്നെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അത് 111 ആണോ, 222 ആണോ, 333 ആണോ? നിങ്ങൾ തിരഞ്ഞെടുത്ത നമ്പർ കമന്റ് ബോക്സിൽ എഴുതി വയ്ക്കാം. 111 തിരഞ്ഞെടുത്തവർ 111 എന്ന് എഴുതുക. അതുപോലെ തന്നെ നിങ്ങൾ 222 ആണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ആ നമ്പർ രേഖപ്പെടുത്തുക. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം: നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന നമ്പർ ഒരു തവണ തിരഞ്ഞെടുത്ത ശേഷം വീണ്ടും മാറ്റാനായിട്ട് പാടുള്ളതല്ല. തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ ഇതിൽ നിന്നും ഒരു നമ്പർ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഏതെങ്കിലും കാരണവശാല് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു നമ്പർ തിരഞ്ഞെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ മനസ്സ് ഏകാഗ്രമാക്കി കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിച്ച ശേഷം കണ്ണുകൾ തുറക്കുമ്പോൾ ഒരു നമ്പർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. അപ്പോൾ ആ നമ്പർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഏറ്റവും ആദ്യം തന്നെ 111 തിരഞ്ഞെടുത്തവരെ കുറിച്ച് പറയാം. നിങ്ങൾ 111 ആണ് തിരഞ്ഞെടുത്തതെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് തന്നെ ഒരു ശക്തമായ പുതിയ തുടക്കത്തിന്റെ സൂചനയായി കാണാം. നിങ്ങളുടെ ജീവിതത്തിലെ കഴിഞ്ഞ കുറച്ചു കാലമായി ഒരു മാറ്റത്തിനായുള്ള കാത്തിരിപ്പുണ്ടായിരുന്നിരിക്കാം. പുറമെ നിന്ന് നോക്കുമ്പോൾ എല്ലാം സാധാരണ പോലെ തന്നെ ആയിരിക്കാം. പക്ഷെ മനസ്സിനുള്ളിൽ നിങ്ങൾക്കറിയാം, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് മാറണം എന്നൊരു ചിന്ത. ചിലപ്പോൾ ബന്ധങ്ങളുടെ കാര്യത്തിലായിരിക്കാം, ചിലപ്പോൾ കുടുംബ കാര്യങ്ങളിലായിരിക്കാം, ചിലപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ വളരെ കാലമായി നിങ്ങളെ അലട്ടുന്ന ഒരു ഏകാന്തതയായിരിക്കാം. നിങ്ങൾക്ക് ചുറ്റും ആളുകൾ ഉണ്ടായിരുന്നാലും മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരാളില്ല എന്നൊരു തോന്നൽ ചില സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാകാം. അങ്ങനെയുള്ള സമയത്താണ് ഒരു പുതിയ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യത ഈ വായന കാണിക്കുന്നത്. ഈ വ്യക്തി പുറമെ നോക്കുമ്പോൾ വളരെ ആത്മവിശ്വാസമുള്ള ഒരാളായി തോന്നാം. എന്നാൽ ഉള്ളിൽ വളരെ സെൻസിറ്റീവായ സ്വഭാവമായിരിക്കും. എല്ലാവരോടും സ്വന്തം മനസ്സ് തുറക്കുന്ന ആളായിരിക്കില്ല. വളരെ കുറച്ച് ആളുകളെ മാത്രമേ വിശ്വസിക്കൂ. ആരെയും പെട്ടെന്ന് സ്വന്തം ആളായി അംഗീകരിക്കില്ല. അതുകൊണ്ട് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന ആദ്യ ദിവസങ്ങളിൽ തന്നെ വലിയ അടുപ്പം കാണിക്കണമെന്നില്ല. പകരം നിങ്ങളെ നിരീക്ഷിക്കും, നിങ്ങളുടെ സംസാര രീതി ശ്രദ്ധിക്കും, നിങ്ങൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കും, നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്നും മനസ്സിലാക്കാൻ ശ്രമിക്കും. ഒരു കാര്യം മനസ്സിലാക്കണം: ഈ വ്യക്തിക്ക് വിശ്വാസം വളരെ പ്രധാനമാണ്. ഒരിക്കൽ വിശ്വാസം വന്നാൽ പിന്നെ ആ ബന്ധം വളരെ ഗൗരവത്തോടെ കാണുന്ന വ്യക്തിയായിരിക്കും. ഇനി ഈ വ്യക്തിയുടെ രൂപഭാവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 111 തിരഞ്ഞെടുത്തവരിൽ ചിലർക്ക് വരാനിരിക്കുന്ന വ്യക്തിക്ക് നല്ല വ്യക്തിത്വവും ആകർഷകമായ സംസാര രീതിയും ഉണ്ടാകാം. വളരെ അലങ്കരിച്ച് നടക്കുന്നതിനേക്കാൾ വൃത്തിയായി, ലളിതമായി, ഭംഗിയായി നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കാം. കണ്ണുകളിൽ ആത്മവിശ്വാസം കാണാം. സംസാരിക്കുമ്പോൾ നേരെ നോക്കി സംസാരിക്കുന്ന സ്വഭാവം ഉണ്ടായേക്കാം. മുഖത്ത് എപ്പോഴും ചിരിയില്ലെങ്കിലും ആ വ്യക്തി ചിരിക്കുമ്പോൾ വളരെ വ്യത്യസ്തമായൊരു ആകർഷണം തോന്നും. ചിലർക്ക് ഉയരം കൂടിയ ഒരാളായിരിക്കാം, ചിലർക്ക് ശരാശരി ഉയരമുള്ള വ്യക്തിയായിരിക്കാം. ഇവിടെ പ്രധാനപ്പെട്ടത് രൂപമല്ല, ആ വ്യക്തിയുടെ വ്യക്തിത്വം നിങ്ങളെ ആകർഷിക്കും എന്നുള്ളതാണ്. ഇനി ജോലി അല്ലെങ്കിൽ ജീവിത രീതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വ്യക്തി ഉത്തരവാദിത്വമുള്ള ഒരു ജോലി ചെയ്യുന്ന ആളായിരിക്കാം.
സ്വന്തം ജോലിയോട് ഗൗരവമുള്ള ഒരാൾ, സ്വന്തമായി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കാം. ബിസിനസ്, മാനേജ്മെന്റ്, സാങ്കേതിക മേഖല, ഓഫീസ് ജോലി, സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ മേഖല തുടങ്ങിയ ഏതെങ്കിലും മേഖലയുമായി ബന്ധമുള്ള വ്യക്തിയായിരിക്കാം. ചിലർക്ക് വിദേശ ബന്ധമുള്ള ഒരു ജോലി അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യേണ്ട ജോലിയായിരിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വ്യക്തി നിങ്ങളുടെ അതേ സ്ഥലത്ത് തന്നെ താമസിക്കുന്ന ആളായിരിക്കണമെന്നില്ല. ദൂരെയുള്ള ഒരാളുമായി പോലും ഒരു ബന്ധം ആരംഭിക്കാം. ഇനി ഈ വ്യക്തിയെ എങ്ങനെ പരിചയപ്പെടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രത്യേക സൂചനയുണ്ട്. ഒരു സന്ദേശം, ഒരു ഫോൺ കോൾ, ഒരു സുഹൃത്തിന്റെ പരിചയപ്പെടുത്തൽ, ഒരു ജോലി സംബന്ധമായ കാര്യം, ഒരു ചടങ്ങ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടാകുന്ന ഒരു പരിചയം. ഇവയിൽ ഏതെങ്കിലും ഒരു വഴിയിലൂടെ ഈ വ്യക്തിക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ആദ്യമായി സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ പ്രത്യേകതയൊന്നും തോന്നണമെന്നില്ല. പക്ഷെ രണ്ടാമത്തെ സംഭാഷണം, മൂന്നാമത്തെ സംഭാഷണം, പിന്നീട് പതുക്കെ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. ഈ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരും. അതാണ് ബന്ധത്തിന്റെ തുടക്കം. 111 തിരഞ്ഞെടുത്തവരിൽ ചിലർക്ക് പഴയൊരു വ്യക്തിയുടെ തിരിച്ചുവരവിന്റെ സാധ്യതയും കാണാം. നാളുകളായി സംസാരിക്കാത്ത ഒരാൾ, ഒരിക്കൽ വളരെ അടുത്തിരുന്ന ഒരാൾ, തെറ്റിദ്ധാരണ കാരണം അകന്നുപോയ ഒരാൾ, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കാരണം ബന്ധം അവസാനിച്ച ഒരാൾ. അത്തരമൊരു വ്യക്തി വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താൻ ശ്രമിച്ചേക്കാം. പക്ഷെ ഇവിടെ ഒരു മുന്നറിയിപ്പുണ്ട്. പഴയ വ്യക്തി തിരിച്ചു വന്നു എന്നതുകൊണ്ട് മാത്രം പഴയ ബന്ധം വീണ്ടും സ്വീകരിക്കേണ്ടതില്ല. ആ വ്യക്തി മാറിയിട്ടുണ്ടോ? മുൻപ് നിങ്ങളെ വേദനിപ്പിച്ച കാര്യം വീണ്ടും ആവർത്തിക്കുമോ? നിങ്ങളോട് ബഹുമാനം കാണിക്കുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകുന്നുണ്ടോ? ഇവയെല്ലാം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 111 തിരഞ്ഞെടുക്കുന്നവർക്ക് ഒരു കാര്യം വളരെ വേഗത്തിൽ സംഭവിക്കാനുള്ള സൂചനയുണ്ട്. വളരെ ദൂരെയുള്ള ഭാവിയിലേക്ക് മാറ്റിവെക്കേണ്ട കാര്യമല്ല. അടുത്തൊരു പുതിയ ഘട്ടത്തിൽ ഒരു പരിചയം ഉണ്ടാകാം, ഒരു സന്ദേശം വരാം, ഒരു ഫോൺ കോൾ ഉണ്ടാകാം, ഒരു ക്ഷണം ലഭിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന ഒരു പുതിയ സ്ഥലത്ത് ഒരാളെ കാണാം. എന്നാൽ കൃത്യമായ തീയതി എന്ന നിലയിൽ ഇതിനെ കാണേണ്ടതില്ല. നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളാണ് സമയത്തെ നിർണ്ണയിക്കുന്നത്. 111 തിരഞ്ഞെടുത്തവർ ശ്രദ്ധിക്കേണ്ട അടയാളങ്ങൾ: 111, 111, ഒന്നുമായിട്ട് ബന്ധപ്പെട്ട നമ്പറുകൾ, പുതിയ സ്ഥലത്തേക്ക് പോകാനുള്ള അവസരങ്ങൾ, പഴയ ഒരാളുടെ അപ്രതീക്ഷിത സന്ദേശം, നാളുകളായി സംസാരിക്കാത്ത ഒരാളുടെ പേര് വീണ്ടും കേൾക്കുന്നത്. ഇവയെല്ലാം നിങ്ങളുടെ ജീവിതത്തിലെ ബന്ധങ്ങളെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന സൂചനകളായി കാണാം. ഇനി അടുത്തതായിട്ട് 111ന്റെ അവസാന സന്ദേശത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുന്ന ആളായിരിക്കാം. അയാൾ നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റണമെന്നില്ല, പക്ഷെ നിങ്ങളുടെ ചിന്തയിൽ ഒരു മാറ്റം കൊണ്ടുവരാം. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാം. എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഉണ്ടല്ലോ എന്നൊരു സുരക്ഷിതത്വം നൽകാം. അതാണ് 111ന്റെ ഏറ്റവും മനോഹരമായ സന്ദേശം. ഇനി അടുത്തതായിട്ട് 222 തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ച് പറയാം. 222 തിരഞ്ഞെടുത്തവർക്ക് ഇന്നത്തെ വായനയിൽ ഏറ്റവും ശക്തമായി കാണുന്നത് ബന്ധം, വിശ്വാസം, മനസ്സിലാക്കൽ എന്നിവയാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന വ്യക്തി നിങ്ങളെ കേൾക്കുന്ന ഒരാളായിരിക്കും. നിങ്ങളുടെ സംസാരത്തിന് വില കൊടുക്കുന്ന ഒരാൾ, നിങ്ങളുടെ അഭിപ്രായങ്ങളെ ബഹുമാനിക്കുന്ന ഒരാൾ, നിങ്ങൾ വിഷമിക്കുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുന്ന ഒരാൾ, നിങ്ങൾക്ക് സന്തോഷം വരുമ്പോൾ അതിൽ പങ്കുചേരുന്ന ഒരാൾ. ഈ വ്യക്തി വളരെ ക്ഷമയുള്ള ഒരാളായിരിക്കും. വേഗത്തിൽ തീരുമാനമെടുക്കാത്ത വ്യക്തി. ഒരു ബന്ധം തുടങ്ങുന്നതിന് മുൻപ് ഒരുപാട് ചിന്തിക്കും. നിങ്ങളെ മനസ്സിലാക്കാൻ സമയമെടുക്കും. പക്ഷെ ഒരിക്കൽ മനസ്സിലാക്കിയാൽ നിങ്ങളെ ഉപേക്ഷിക്കാൻ എളുപ്പം തയ്യാറാകില്ല എന്നതാണ് വാസ്തവം. ഇവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ വ്യക്തിക്ക് കുടുംബ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരിക്കും. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുടുംബം ഇവരോടുള്ള ബന്ധം പ്രധാനമായി കാണുന്ന വ്യക്തിയായിരിക്കും. ഇനി ഈ വ്യക്തിയുടെ രൂപഭാവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 222 തിരഞ്ഞെടുത്തവർക്ക് വരാനിരിക്കുന്ന വ്യക്തിയുടെ മുഖത്ത് ഒരു ശാന്തത കാണാൻ കഴിയും. വളരെയധികം സംസാരിക്കുന്ന ആളല്ലെങ്കിലും സംസാരിക്കുമ്പോൾ വാക്കുകൾക്ക് ഭാരമുണ്ടായിരിക്കും. കണ്ണുകളിൽ സ്നേഹവും കരുതലും കാണാം. ലളിതമായ വസ്ത്രധാരണം ഇഷ്ടപ്പെടാം. അധികം ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിക്കാത്ത വ്യക്തി. പക്ഷെ അടുത്തറിയുമ്പോൾ ഈ വ്യക്തി വളരെ നല്ല മനസ്സുള്ള ആളാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും. ഇനി ജോലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 222 തിരഞ്ഞെടുത്തവർക്ക് ഈ വ്യക്തി സ്ഥിരതയുള്ള ഒരു ജോലിയിലുള്ള ആളായിരിക്കും. വിദ്യാഭ്യാസം, ബാങ്കിങ്, ആരോഗ്യരംഗം, ഓഫീസ്, ഭരണരംഗം, അധ്യാപനം,
സ്വകാര്യ സ്ഥാപനം തുടങ്ങിയ മേഖലകളുമായി ബന്ധമുള്ള വ്യക്തിയായിരിക്കും. ചിലർക്ക് കുടുംബ ബിസിനസ്സുമായി ബന്ധമുള്ള വ്യക്തിയായിരിക്കാം. പ്രധാനമായി സ്ഥിരതയെ ഇഷ്ടപ്പെടുന്ന ഒരാൾ. വലിയ അപകടങ്ങൾ എടുത്ത് മുന്നോട്ടു പോകുന്നതിനേക്കാൾ പതുക്കെ ജീവിതം പടുത്തുയർത്താൻ ഇഷ്ടപ്പെടുന്ന വ്യക്തി. ഇനി 222 തിരഞ്ഞെടുത്തവരിൽ ഇത് വളരെ ശക്തമായ ഒരു സൂചനയാണ്. ഒരു സൗഹൃദം. ആ സൗഹൃദം പതുക്കെ കൂടുതൽ ആഴത്തിലാകുന്നു. ആദ്യ ദിവസവും സംസാരിക്കണമെന്നില്ല. പക്ഷെ പിന്നീട് ഒരു ദിവസം സംസാരിക്കാതെ പോയാൽ എന്തുകൊണ്ടാണ് ഇന്ന് സംസാരിക്കാത്തത് എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കാൻ തുടങ്ങും. അവരുടെ സന്ദേശം കാത്തിരിക്കും, അവരുടെ ഫോൺ കോൾ കാത്തിരിക്കും. അവരെ കാണുമ്പോൾ മനസ്സിൽ ഒരു പ്രത്യേക സന്തോഷമുണ്ടാകും. അപ്പോഴാണ് ഒരു സൗഹൃദം മറ്റൊരു ബന്ധത്തിലേക്ക് മാറുന്നത്. ഇനി അടുത്തതായിട്ട്, നിങ്ങൾ ഇതിനകം ആ വ്യക്തിയെ അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില 222 തിരഞ്ഞെടുത്തവർക്ക് ഉത്തരം അതെ എന്നായിരിക്കാം. നിങ്ങളുടെ ചുറ്റുമുള്ള ഒരാൾ, ഇപ്പോൾ നിങ്ങൾ സാധാരണ സുഹൃത്ത് എന്ന് മാത്രം കരുതുന്ന ഒരാൾ, നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ള ഒരാൾ, നിങ്ങളുടെ കുടുംബത്തിൽ പരിചയത്തിലുള്ള ഒരാൾ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടെ കാണുന്ന ഒരാൾ. ഈ വ്യക്തിയെ നിങ്ങൾ ഇതുവരെ ആ രീതിയിൽ ചിന്തിച്ചിട്ടില്ലായിരിക്കാം. പക്ഷെ സാഹചര്യങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാടും മാറാം. ഇനി ഈ വ്യക്തി നിങ്ങളെ എങ്ങനെ മാറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പഴയ ചില വിഷമങ്ങൾ ഉണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആശ്വാസമായി മാറാം. നിങ്ങൾക്ക് ആരെയും വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് തോന്നിയിരുന്നെങ്കിൽ വീണ്ടും വിശ്വസിക്കാൻ പഠിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളിൽ സംശയമുണ്ടെങ്കിൽ നിനക്കത് ചെയ്യാൻ കഴിയും എന്ന് പറയുന്ന വ്യക്തിയായിരിക്കും. അത് വളരെ വലിയൊരു കാര്യമാണ്. കാരണം ചിലപ്പോൾ നമ്മുടെ ജീവിതം മാറ്റുന്നത് വലിയ പണക്കാരോ വലിയ ആളുകളോ അല്ല, ഒരു ശരിയായ സമയത്ത് പറഞ്ഞ ഒരു വാക്കാണ്, നിനക്ക് കഴിയും എന്നൊരു വാക്ക്. ഇനി 222 തിരഞ്ഞെടുത്തവർക്ക് ഒരു രഹസ്യ സൂചന കൂടിയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തിടെ ഒരാൾ നിങ്ങളോട് കൂടുതൽ ശ്രദ്ധയോടെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? നിങ്ങളുടെ ചെറിയ കാര്യങ്ങൾ പോലും ഓർത്തു വയ്ക്കുന്ന ഒരാൾ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഓർമ്മിക്കുന്ന ഒരാൾ, നിങ്ങൾക്ക് വിഷമമുണ്ടെന്ന് പറയാതെ തന്നെ തിരിച്ചറിയുന്ന ഒരാൾ. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവഗണിക്കാതെ ആ ബന്ധത്തെ ശ്രദ്ധിക്കുക. എന്നാൽ അതിവേഗം തീരുമാനം എടുക്കേണ്ടതില്ല. ബന്ധത്തിന് സമയം നൽകുക. ഇനി സമയസൂചനയെ കുറിച്ച് പറയുകയാണെങ്കിൽ 222 കാര്യത്തിൽ എല്ലാം പതുക്കെയാണ് സംഭവിക്കുന്നത്. പെട്ടെന്ന് വലിയ മാറ്റം വരുന്നതിനേക്കാൾ ഒരു ബന്ധം പതുക്കെ വളരുന്നതായിരിക്കും. ആദ്യം പരിചയം, പിന്നെ സൗഹൃദം, പിന്നെ വിശ്വാസം, പിന്നെ അടുപ്പം. അങ്ങനെ ഒരു ബന്ധം സ്വാഭാവികമായി വളരും. അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നിയാൽ ഇത് എന്തുകൊണ്ടാണ് ഇത്രയും പതുക്കെ പോകുന്നത് എന്ന് അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട. ചില ബന്ധങ്ങൾ വേഗത്തിൽ വളരും, ചില ബന്ധങ്ങൾ പതുക്കെ വേരുറപ്പിക്കും. 222 എന്ന തിരഞ്ഞെടുപ്പ് രണ്ടാമത്തേതിനെയാണ് കൂടുതലായി സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തതായിട്ട് 222 അവസാന സന്ദേശം ഇതാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങളെ സ്വന്തമാക്കാൻ മാത്രം ശ്രമിക്കുന്ന ഒരാളല്ല, നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരുന്ന ഒരാളാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് പോരാടേണ്ടി വന്നിരുന്ന ചില കാര്യങ്ങളിൽ ഞാനും കൂടെയുണ്ട് എന്ന് പറയുന്ന ഒരാൾ. അതുകൊണ്ട് 222 തിരഞ്ഞെടുത്തവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ചെറിയ പരിചയങ്ങളെ പോലും ശ്രദ്ധിക്കുക. ഒരുപക്ഷെ അതിൽ ഒരാളായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന വ്യക്തി. ഇത്രയും കാര്യങ്ങളാണ് 222 തിരഞ്ഞെടുത്ത ആളുകളോട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് 333 തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ച് പറയാം. 333 തിരഞ്ഞെടുത്തവർക്ക് ഇന്നത്തെ വായനയിൽ ഏറ്റവും ശക്തമായി കാണുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള വരവാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വഴിയിലൂടെ ആ വ്യക്തി വരണമെന്നില്ല. നിങ്ങൾ ഒരു വ്യക്തിയെ കാത്തിരിക്കാം, പക്ഷെ ജീവിതം മറ്റൊരാളെ കൊണ്ടുവരാം. നിങ്ങൾ ഒരു സ്ഥലത്ത് പോകുമെന്ന് ഒരിക്കലും കരുതിയിട്ടില്ലായിരിക്കാം, പക്ഷെ ഒരു ദിവസം അവിടെ പോകേണ്ടി വരും. അവിടെ ആയിരിക്കാം ഒരു പുതിയ പരിചയം, അല്ലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിച്ച ഒരു പരിപാടിയിലേക്ക് അവസാനം പോകും. അവിടെ ഒരാളെ കാണാം. അതുകൊണ്ട് 333 പ്രധാന സന്ദേശം അപ്രതീക്ഷിതമായ വഴിയാണ്. ഈ വ്യക്തിയുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വ്യക്തി വളരെ സജീവമായ സ്വഭാവക്കാരനായിരിക്കാം. ജീവിതത്തെ പോസിറ്റീവായി കാണുന്ന ഒരാൾ, ചിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ, യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ, പുതിയ സ്ഥലങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ തയ്യാറുള്ള ഒരാൾ, ഒരു സ്ഥലത്ത് തന്നെ ഒതുങ്ങിക്കഴിയാൻ ഇഷ്ടപ്പെടാത്ത വ്യക്തി. ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാൽ നിങ്ങളുടെ ദിനചര്യയിൽ തന്നെ മാറ്റമുണ്ടാകാം. നിങ്ങൾക്ക് പുതിയ സ്ഥലങ്ങൾ കാണാം, പുതിയ ആളുകളെ പരിചയപ്പെടാം, പുതിയ അവസരങ്ങൾ ലഭിക്കാം. ഇനി ഈ വ്യക്തിയുടെ രൂപഭാവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 333 തിരഞ്ഞെടുത്തവരുടെ വ്യക്തി നല്ല സംസാരശേഷിയുള്ള ആളായിരിക്കാം. മുഖത്ത് എപ്പോഴും ഒരു ചിരി ഉണ്ടാകാം, വളരെ ആകർഷകമായ കണ്ണുകൾ,
സംസാരിക്കുമ്പോൾ കൈകൾ ഉപയോഗിച്ച് കാര്യങ്ങൾ വിശദീകരിക്കുന്ന ശീലം, വേഗത്തിൽ സംസാരിക്കുന്ന സ്വഭാവം, എപ്പോഴും എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ. അവരുടെ സാന്നിധ്യം തന്നെ ഒരു പ്രത്യേക ഊർജം നൽകുന്നത് പോലെ തോന്നാം. ഇനി ജോലിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ യാത്രയുമായി ബന്ധപ്പെട്ട ജോലി, വിൽപ്പന, മാധ്യമരംഗം, ബിസിനസ്, ഓൺലൈൻ മേഖല, സാങ്കേതിക മേഖല, പരസ്യം, പഠിപ്പിക്കൽ, അല്ലെങ്കിൽ ആളുകളുമായി നിരന്തരം ഇടപെടേണ്ട ജോലി, ഇതുപോലുള്ള മേഖലകളുമായി ഈ വ്യക്തിക്ക് ബന്ധമുണ്ടാകാം. ഒരിടത്ത് ഇരുന്ന് മാത്രം ജോലി ചെയ്യുന്നതിനേക്കാൾ പുതിയ ആളുകളെ കാണാനും പുതിയ സ്ഥലങ്ങളിലേക്ക് പോകാനും അവസരമുള്ള ജോലി ആയിരിക്കാം. ഇനി ഈ വ്യക്തിയെ എങ്ങനെ കണ്ടുമുട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു അപ്രതീക്ഷിത സന്ദേശത്തിന്റെ സൂചന ശക്തമാണ്. ഒരു ദിവസം ഫോൺ നോക്കുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരാളുടെ സന്ദേശം, അല്ലെങ്കിൽ ഒരു പഴയ പരിചയക്കാരന്റെ ഫോൺ കോൾ, ഒരു സുഹൃത്ത് നിങ്ങളെ ഒരാൾക്ക് പരിചയപ്പെടുത്തുന്നു, ഒരു ചടങ്ങിലേക്ക് ക്ഷണം ലഭിക്കുന്നു, ഒരു യാത്ര പോകേണ്ടി വരുന്നു. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചേക്കാം. ആ സംഭവത്തിന്റെ സമയത്ത് നിങ്ങൾക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലാകില്ല എന്നതാണ് സത്യം. പക്ഷെ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് ഞാൻ അവിടെ പോയിരുന്നില്ലെങ്കിൽ ഈ വ്യക്തിയെ ഒരിക്കലും കണ്ടുമുട്ടില്ലായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നാം. ഇനി പ്രണയ സൂചനയെ കുറിച്ച് പറയുകയാണെങ്കിൽ 333 തിരഞ്ഞെടുത്തവരിൽ പ്രണയത്തിന് ഒരു പ്രത്യേക ഊർജമുണ്ട്. പക്ഷെ ഇത് എല്ലായ്പ്പോഴും ശാന്തമായ പ്രണയമായിരിക്കണമെന്നില്ല. ആദ്യമേ തന്നെ ഒരു ആകർഷണം ഉണ്ടാകാം, സംസാരിക്കാൻ തോന്നും, വീണ്ടും കാണാൻ തോന്നും, ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. പക്ഷെ ഇതോടൊപ്പം ഒരു മുന്നറിയിപ്പുമുണ്ട്. ആകർഷണം മാത്രം ബന്ധത്തിന്റെ അടിസ്ഥാനമാകരുത്. വ്യക്തിയുടെ സ്വഭാവം മനസ്സിലാക്കണം, അവരുടെ ജീവിത രീതി മനസ്സിലാക്കണം, അവർ നിങ്ങളോട് ബഹുമാനത്തോടെ പെരുമാറുന്നുണ്ടോ എന്ന് നോക്കണം. ഇനി അടുത്തതായിട്ട് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ എന്തു മാറ്റം കൊണ്ടുവരും എന്ന് നോക്കിക്കഴിഞ്ഞാൽ 333 തിരഞ്ഞെടുക്കുന്നവർക്ക് ഈ വ്യക്തി നിങ്ങളെ കൂടുതൽ ധൈര്യമുള്ള ഒരാളാക്കാം. നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടും പിന്നീട് ചെയ്യാം എന്ന് മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ പ്രവർത്തിപ്പിക്കാൻ പ്രേരിപ്പിക്കാം. പുതിയ ജോലി നോക്കാൻ, പുതിയ ബിസിനസ് തുടങ്ങാൻ, പുതിയ സ്ഥലത്തേക്ക് പോകാൻ, നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിക്കാൻ, നിങ്ങളുടെ സ്വപ്നങ്ങളെ വീണ്ടും ഓർമ്മിക്കാൻ, അങ്ങനെ നിങ്ങളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ചില ആഗ്രഹങ്ങളെ ഉണർത്തുന്ന വ്യക്തിയായിരിക്കാം. ഇനി 333 ബന്ധങ്ങളിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇരുവരും ശക്തമായ അഭിപ്രായമുള്ളവരായിരിക്കാം. അതുകൊണ്ട് തന്നെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പക്ഷെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് തന്നെ മോശം ബന്ധത്തിന്റെ ലക്ഷണമല്ല. പരസ്പരം ബഹുമാനിച്ച് സംസാരിക്കാൻ കഴിയുന്നുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ടത്. ഒരു ബന്ധത്തിൽ ഒരാൾ മാത്രം എപ്പോഴും ശരിയാകണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾ ശരിയായിരിക്കും, ചിലപ്പോൾ മറ്റേയാൾ ശരിയായിരിക്കും. ബന്ധം ജയിക്കണമെങ്കിൽ ഞാനാണ് ശരി എന്ന് തെളിയിക്കുന്നതിനേക്കാൾ നമുക്കിത് ഒരുമിച്ച് പരിഹരിക്കാം എന്ന് ചിന്തിക്കണം. ഇനി 333 സമയ സൂചനയെ കുറിച്ച് പറയുകയാണെങ്കിൽ 333 കാര്യത്തിൽ സംഭവങ്ങൾ പെട്ടെന്ന് നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു അപ്രതീക്ഷിത സന്ദേശം, ഒരു അപ്രതീക്ഷിത പരിചയം, ഒരു പുതിയ യാത്ര, ഒരു പുതിയ അവസരം, ഒരു പുതിയ വ്യക്തി, എല്ലാം ഒരുമിച്ച് വന്നതുപോലെ തോന്നാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഘട്ടം അവസാനിച്ച് മറ്റൊരു ഘട്ടം തുടങ്ങുന്ന സമയത്താണ് ഈ വ്യക്തിയുടെ വരവുണ്ടാകാനുള്ള സാധ്യത. 333 തിരഞ്ഞെടുത്തവർ ശ്രദ്ധിക്കേണ്ട അടയാളങ്ങൾ ഇതാണ്. 333, 333, 3മായി ബന്ധപ്പെട്ട നമ്പറുകൾ, അപ്രതീക്ഷിത ക്ഷണങ്ങൾ, പുതിയ സ്ഥലങ്ങളിലേക്കുള്ള യാത്രകൾ, പുതിയ ആളുകളുമായുള്ള പരിചയങ്ങൾ, പഴയ സുഹൃത്തുക്കളുടെ വീണ്ടുമുള്ള വരവ്, ഇവയെല്ലാം ശ്രദ്ധിക്കാം. എന്നാൽ നമ്പറുകൾ കണ്ടതുകൊണ്ട് മാത്രം ഈ വ്യക്തിയെ ഇയാളാണ് എന്ന് തീരുമാനിക്കരുത്. ആ വ്യക്തിയുടെ പ്രവൃത്തികൾ നോക്കുക, അതാണ് പ്രധാനപ്പെട്ടത്. ഇത്രയും കാര്യങ്ങളാണ് 333 തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ച് പറയാനുള്ളത്. അപ്പോ ജീവിതത്തിലേക്ക് ആരാണ് വരുന്നത് എന്നത് മാത്രമല്ല പ്രധാനപ്പെട്ട കാര്യം, ആ വ്യക്തി വന്ന ശേഷം നിങ്ങളുടെ ജീവിതം എങ്ങനെയാകുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. നിങ്ങളെ കൂടുതൽ ആത്മവിശ്വാസമുള്ള വ്യക്തിയാക്കുന്നുണ്ടോ? നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പിന്തുണ നൽകുന്നുണ്ടോ? നിങ്ങളെയും കുടുംബത്തെയും ജീവിതത്തെയും ബഹുമാനിക്കുന്നുണ്ടോ? നിങ്ങളുടെ അതിരുകൾ മാനിക്കുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകുന്നുണ്ടോ? ഇവയെല്ലാം നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.